എല്ലാ കുട്ടികളും നിശബ്ദരായിട്ട് നിന്നേ. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട JCI കോട്ടയം ട്രഷറർ മഹേഷ് സാർ, സെക്രട്ടറി തൗഫീഖ് സാർ, പ്രിയ അധ്യാപകരെ, പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് ഏവർക്കും പരിചിതമായ ഒരു സംഘടനയാണ് JCI എന്നുള്ളത്. ഇതിന്റെ പൂർണ്ണരൂപം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അറിയാമോ? ഇല്ല. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ. ഇതിന് ഇന്ത്യയിൽ തന്നെ അനേകം ശാഖകളുണ്ട്. യുവാക്കൾക്ക് വേണ്ടി വളരെ ശക്തമായ രീതിയിൽ അവരെ എംപവർ ചെയ്യാനായിട്ട്, ശാക്തീകരിക്കാനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് JCI എന്ന് പറയുന്നത്. ഇപ്പൊ JCI ഇന്ത്യ 2025 നമ്മുടെ റൂറൽ പ്ലേസുകളിൽ അല്ലെങ്കിൽ ഗ്രാമീണ സ്കൂളുകളിൽ ഒരു സ്കോളർഷിപ്പ് കാലകാലങ്ങളായി കൊടുത്തു വരുന്നുണ്ട്. അത് നമ്മുടെ സ്കൂളിനെയും അപ്രോച്ച് ചെയ്തിരുന്നു. നമ്മുടെ സ്കൂളിലേക്കും അവർ കടന്നു വരികയും ഈ സ്കൂളിൽ നിന്ന് 10 കുട്ടികളുടെ പേര് നൽകാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് ഞാൻ ഈ സ്കൂളിലെ ഏറ്റവും മിടുക്കരായും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 10 കുട്ടികളുടെ പേരുകൾ ഞങ്ങളിവിടെ നൽകുകയും ചെയ്തിരുന്നു. നിങ്ങൾ തന്ന വരുമാനം ഒക്കെയും അറിയിച്ച് നിങ്ങളെല്ലാ ഡീറ്റെയിൽസും ഫോട്ടോ ഉൾപ്പെടെ നൽകിയാണ് ഞങ്ങൾ പേര് എൻറോൾ ചെയ്തത്. ഓൾ ഇന്ത്യ ലെവലിൽ, ദേശീയ തലത്തിൽ തന്നെ ഇതിന് ഒരു സെലക്ഷൻ നടക്കുകയും നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിക്ക് ആ സ്കോളർഷിപ്പ് ലഭിക്കാനും ഇടയായി. ഇങ്ങനെ ഒരു അവസരം, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്കൂളിലേക്ക് ഒരു സ്കോളർഷിപ്പ് നൽകാനായിട്ടുള്ള അവസരം JCIയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് ഇതുപോലുള്ള അവരെയും ശാക്തീകരിക്കാനായിട്ട് ഈ സംഘടന മുന്നോട്ട് വന്നതിൽ സന്തോഷം. ഞങ്ങളെയും അതിൽ ഉൾപ്പെടുത്തിയതിൽ സന്തോഷം. ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വരുവാനായിട്ട് കാണിച്ച മനസ്സിന് നന്ദി പറയുന്നു. അതോടൊപ്പം രണ്ടുപേരെയും ഏറ്റവും സ്നേഹത്തോടും സന്തോഷത്തോടും ആദരവോടും ഈ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. സാർ ഇതിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിനായിട്ട് മറ്റൊരു സ്ഥാനം. നമസ്കാരം. മലയാളത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഗുഡ് ആഫ്റ്റർനൂൺ. ടീച്ചർ JCIയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇത്തവണ നമ്മൾ 10 കുട്ടികളുടെ പേര് കൊടുത്തതിന് ഒരു കുട്ടിക്ക് ലഭിച്ചു. ആ ഒരു കുട്ടിക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ ഇന്ത്യയിലുടനീളം നിരവധി സ്കൂളുകളിൽ നിന്നായി നിരവധി കുട്ടികളുടെ ആപ്ലിക്കേഷനുകൾ ലഭിച്ചിരുന്നു. അപ്പോൾ മനസ്സിലാക്കണം, ഇന്ത്യയിൽ നിന്നും 6500 കുട്ടികളെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തിരഞ്ഞെടുക്കാനായിട്ട് 6500 അല്ല 65,000 കുട്ടികളുമുണ്ട്, പഠിക്കുന്ന അല്ലെങ്കിൽ നല്ല മാർക്കുള്ള എലിജിബിൾ ആയ ഒത്തിരി. പക്ഷെ അതിൽ നിന്നും വളരെ ഫിൽട്ടർ ചെയ്ത് തിരഞ്ഞെടുത്താണ് 6500-ൽ ഒരു കുട്ടി നമ്മുടെ സ്കൂളിൽ നിന്നുമാണ്. അപ്പൊ അത് വളരെ അഭിമാനാർഹമായ കാര്യമാണ്. വരും വർഷം ഇതിൽ കൂടുതൽ കുട്ടികൾ ഈ സ്കോളർഷിപ്പ് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. അതുപോലെ എംപവർ ഹെർ എന്ന് പറഞ്ഞ് പെൺകുട്ടികൾക്ക് മാത്രമായിട്ടൊരു പദ്ധതിയുണ്ട്. അതിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് വരുന്നേ ഉള്ളൂ. ചിലപ്പോൾ അതും ഒന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കിട്ടിയാൽ ഭാഗ്യം. അത് ഇതിലും കുറവാണ്, അതുകൊണ്ട് കുറച്ചുകൂടെ സാധ്യത കുറവാണ്. എങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് JCI ചെയ്യുന്നത്. പരീക്ഷ പേടിയുണ്ടോ നിങ്ങൾക്ക്? പരീക്ഷ പേടി ഇല്ല, ആർക്കും പേടിയില്ല. നല്ല കാര്യം. പരീക്ഷ വരിക, എഴുതുക, പോവുക, അല്ലേ? 8ാം ക്ലാസ്സിലെ കുട്ടികളങ്ങ് പോകും. 9ാം ക്ലാസ്സിലെ കുട്ടികളാണ് പറയുന്നത്. അടുത്തോടെ ഒരെണ്ണം മേടിക്കുമല്ലേ? ഇത്തവണ 8ാം ക്ലാസ്സിലെ കുട്ടികൾ അടുത്തോടെ 9-ലും 10 രൂപ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് വാങ്ങണം. ഓക്കെ. അപ്പൊ അഭിരാമിക്ക് എല്ലാവിധ ആശംസകളും. ഒന്ന് കൈയടിച്ചേ.